നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. സമൂഹത്തിന് സേവനം ചെയ്യാനും ധനം വേണം. നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ, സ്കൂളുകൾ ഉണ്ടാക്കാൻ, കോളേജുകൾ ഉണ്ടാക്കാൻ, ആതുരാലയങ്ങൾ ഉണ്ടാക്കാൻ, അങ്ങനെ രാജ്യരക്ഷ ചെയ്യാൻ ധനം വേണം. ധനം ഒരിക്കലും ഹീനമല്ല. പക്ഷെ അതെല്ലാം ഇതേപോലുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ബ്രാഹ്മണ്യം എന്നുള്ള സ്വഭാവത്തോടു കൂടിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ പ്രകാരത്തിലുമുള്ളതായ ധനമുള്ള മനുഷ്യനാര്? ധനം സമ്പാദിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും ധനം വരാറില്ല, വന്നാൽ തന്നെ അധികം നിൽക്കാറില്ല. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ധനം നമുക്കിങ്ങനെ ഈ നോട്ടുകളായിട്ട് മാത്രം കണക്ക് കൂട്ടാൻ പറ്റുന്ന ധനം മാത്രമല്ല, അറിവിന്റെ ധനമുണ്ട്, സത്സ്വഭാവത്തിന്റെ ധനമുണ്ട്, ആനന്ദത്തിന്റെ ധനമുണ്ട്, കലകളുടെ ധനമുണ്ട്. ഇങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും അതിന്റെ പൂർണ്ണത, അതെല്ലാം ധനമാണ്. സന്തോഷം എന്നുള്ളതും വലിയ ധനമാണ്. ആ ധനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ധനം. പണം സന്തോഷം തരും എന്ന് കരുതിയിട്ട് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് പണത്തിന്റെ പുറകെ ഓടി നടന്നുള്ള ദുഃഖമെല്ലാം വലിച്ചു വെക്കുന്നു എന്ന് മാത്രം. യക്ഷന്റെ ചോദ്യം, എല്ലാ പ്രകാരത്തിലുമുള്ള ധനം കൊണ്ട് പരമധനികനായിരിക്കുന്ന മനുഷ്യനാര്? യുധിഷ്ഠിരൻ സംശയം കൂടാതെ ഉടനെ തന്നെ മറുപടി പറഞ്ഞു. തുല്യേ പ്രിയാപ്രിയേ യസ്യ സുഖദുഃഖേ തഥൈവ ച അതീതാനാഗതേ ചോഭേ സവൈ സർവധനീ നര. അവനാണ് എല്ലാ പ്രകാരത്തിലുമുള്ള ധനം ഉള്ളവനായ ധനികൻ. യാതൊരു സംശയവും വേണ്ട. എങ്ങനെയുള്ളയാള്? തുല്യേ പ്രിയാപ്രിയേയസ്യ. ആർക്കാണോ പ്രിയവും അപ്രിയവും തുല്യമായിരിക്കുന്നത്? പ്രിയം വന്നാലും സന്തോഷം, ലാഭം വന്നാലും സന്തോഷം, സുഖങ്ങൾ വന്നാലും സന്തോഷം, ബഹുമതികൾ വന്നാലും സന്തോഷം, സാമ്രാജ്യം കയ്യിൽ വന്നാലും സന്തോഷം. പിന്നെയോ അതാണ് പ്രിയം. അപ്രിയം വന്നാലും സന്തോഷം. സാമ്രാജ്യങ്ങൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ ഏതെല്ലാം പ്രകാരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു. അതൊക്കെ അപ്രിയം. പ്രിയം വന്നാലും ജീവിതത്തിൽ ഇതൊക്കെ രണ്ടും സംഭവിക്കുമല്ലോ. പ്രിയവും വരും, അപ്രിയവും വരും. പ്രിയം വന്നാലും അപ്രിയം വന്നാലും രണ്ടും ആർക്കാണോ ഒരുപോലെ ഹിതകാരിയായിട്ട് ഇഷ്ടമുള്ളതായിട്ട് അനുഭവപ്പെടുന്നത് അയാളാണ് സർവധനങ്ങളും കൈവശമുള്ളവനായ ധനികൻ. പ്രിയവും അപ്രിയവും ആർക്കാണോ തുല്യമായിരിക്കുന്നത്? പിന്നെയോ സുഖദുഃഖേ തഥൈവ ച. അതേപോലെ ജീവിതത്തിൽ സുഖം വരും പല പ്രകാരത്തിൽ, പല പല സന്ദർഭങ്ങളിലായിട്ട്. ഇതേപോലെ ദുഃഖവും വരും. സുഖം വരുമ്പോഴേക്കും എല്ലാവരും തുള്ളിച്ചാടും, എല്ലാവരും അല്ലെങ്കിലും വളരെയേറെ ആളുകൾ തുള്ളിച്ചാടും. ദുഃഖം വരുമ്പോഴേക്കും വളരെയേറെ ആളുകൾ കരഞ്ഞ് വീണ് വേണ്ട ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. കാരണം സുഖവും ദുഃഖവും എല്ലാവർക്കും ഒരുപോലല്ല. പക്ഷെ ആർക്കാണോ സുഖമായാലും ദുഃഖമായാലും തുല്യമായിട്ട് കാണാൻ കഴിയുന്നത് അയാളാണ് ഏറ്റവും വലിയ ധനികൻ. സുഖദുഃഖേ സമീകൃത്വ ലാഭാലാഭോ ജയാജയോ. യോഗപദ്ധതിയെക്കുറിച്ച് ഗീതയിലെ 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന വാക്യാണത്.
സുഖത്തെയും ദുഃഖത്തെയും തുല്യമായി കണ്ട്, ലാഭത്തെയും നഷ്ടത്തെയും തുല്യമായി കണ്ട്, തത്തോ അനന്തരം എന്തു ചെയ്യണം? യോഗത്തിന് വേണ്ടിയിട്ടുള്ളതായ കർമ്മങ്ങളിൽ വ്യാപൃതനാകണം. അങ്ങനെയുള്ളയാളാണ് സർവസമ്പത്തുമുള്ളയാള്. ആ ആള് ചിലപ്പോൾ ഇരിക്കുന്നത് രാജകൊട്ടാരത്തിന്റെ മുകളിലായിരിക്കും, ചിലപ്പോൾ ആ ആൾ ഇരിക്കുന്നത് ഒരു കടയുടെ തിണ്ണയിലായിരിക്കും. എവിടെ ഇരുന്നു കഴിഞ്ഞാലും അദ്ദേഹം ഇരിക്കുന്നത് സിംഹാസനത്തിലാണ്, ഈ പ്രപഞ്ചത്തിന്റെ ശിരസിലാണ്, അദ്ദേഹം പരമാനന്ദത്തിലാണ്. അങ്ങനെയുള്ളയാളാണ് ധനികൻ. സർവധനങ്ങളും കരഗതമായിട്ടുള്ളയാള്. അതീത അനാഗതേജോഭേ, കടന്നുപോയതും അതാണ് അതീതം. ഇനിയോ വരാനിരിക്കുന്ന അനാഗതം. ഇത് രണ്ടും ആർക്കാണോ തുല്യമായി അനുഭവപ്പെടുന്നത്? വളരെയേറെ ആളുകൾ കടന്നുപോയ കാര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്. എല്ലാവരും ജീവിക്കുന്ന വർത്തമാനത്തിലാണെങ്കിലും കഴിഞ്ഞുപോയ ആ നാളുകളിൽ തനിക്കും തന്റെ കുടുംബത്തിനും ഉണ്ടായിരുന്നതായ സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, കുടുംബത്തിൽ ആനയുണ്ടായിരുന്നു, അമ്പാരി ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, ഇതൊക്കെ ചിന്തിച്ചും പറഞ്ഞും ജീവിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അവര് ഈ വർത്തമാനത്തിൽ ജീവിക്കുന്നില്ല. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഇല്ല. പഴയതിനെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ അതിൽ നടക്കുകയാണ്, രസിച്ച് സന്തോഷിച്ച് നടക്കുകയാണ്. ഇനിയോ അനാഗതം വന്നു ചേർന്നിട്ടില്ല, വരും, നാളെ വരും, പിന്നെ 10 വർഷം കഴിഞ്ഞ് വരും. ഇങ്ങനെ ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് വരേണ്ടതായ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. വരാൻ എന്തൊക്കെ വേണം, എനിക്ക് എന്തെല്ലാം സമ്പത്ത് വരണം, ഏതെല്ലാം സ്ഥാനമാനങ്ങൾ വരണം, ഏതെല്ലാം അധികാരങ്ങൾ വേണം, എന്റെ ശത്രുക്കളെ ആരെയൊക്കെ എല്ലാം കണക്കിന് ശിക്ഷിക്കണം, ഇങ്ങനെയൊക്കെയുണ്ട് ഓരോരുത്തരുടെയും സങ്കല്പങ്ങൾ. അപ്പോ ഇതെല്ലാം ഭാവിയിൽ നേടിയെടുക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ച് പരിഭ്രമിച്ച് കോലാഹലപ്പെട്ട് ആകെ വ്യാകുലപ്പെട്ട് ടെൻഷൻ മനസ്സിൽ വളരെയേറെ വരുത്തി അങ്ങനെ BP വളരെയേറെ കൂട്ടി ജീവിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. പക്ഷെ ആരാണോ കടന്നുപോയ കാര്യങ്ങളെയും വരാനിരിക്കുന്ന കാര്യങ്ങളെയും ഒരുപോലെ തുല്യമായി കാണുന്നത്, കടന്നുപോയതിൽ പ്രത്യേക സന്തോഷമോ ദുഃഖമോ ഇല്ല, വരാനിരിക്കുന്നതിലും പ്രത്യേക സന്തോഷമോ ദുഃഖമോ പരിഭ്രമമോ യാതൊന്നും തന്നെയില്ല, എല്ലാം തുല്യം. ആനന്ദം, ലാഭമായാലും നഷ്ടമായാലും ആനന്ദം, ആനന്ദം, ആനന്ദം മാത്രം. അയാളാണ് ഏറ്റവും വലിയ ധനികൻ. യുധിഷ്ഠിരൻ വളരെ സ്പഷ്ടമായിട്ട് യക്ഷനോട് മറുപടി പറഞ്ഞു. ഭൂതഭവ്യ ഭവിഷ്യേഷു നിസ്പൃഹ ശാന്തമാനസ. കടന്നുപോയ കാര്യങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഇതിൽ എല്ലാറ്റിലും ആരാണോ പ്രത്യേകിച്ചൊരു സ്നേഹബന്ധം, മമത ഇല്ലാത്തവനായിട്ട്, അതുകൊണ്ട് തന്നെ ശാന്തമായ മനസ്സോടുകൂടിയവനായിട്ട്, ടെൻഷനില്ലാത്ത സമ്മർദ്ദമില്ലാത്ത മനസ്സോടുകൂടിയവനായിട്ട്, സുപ്രസന്നനായിട്ട് കഴിയുന്നത് ആ ആളാണ് യോഗി. അദ്ദേഹമാണ് സർവധനീശ്വര, എല്ലാ ധനങ്ങൾക്കും ഈശ്വരനായിരിക്കുന്ന മനുഷ്യൻ. ധനം എന്താണ് എന്ന് വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ വ്യാസഭഗവാൻ യുധിഷ്ഠിരനിൽ കൂടി സംസാരിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഗോധന്, ഗജധന്, ബാജിധന്, രതനധന്, ഖാന്, ജബ് ആവത്ത് സന്തോഷധന്, സബധന്, ധൂരി സമാൻ. തുളസീദാസൻ നമ്മെ പാടിക്കേൾപ്പിക്കും. പശുവാകുന്ന ധനം, ആനകളാകുന്ന ധനം, അതേപോലെ തന്നെ വിളവ്, നല്ല വിളവാകുന്ന ധനം, രത്നമാകുന്ന ധനം, ധാരാളം രത്നങ്ങളെ ഉൾക്കൊള്ളുന്നതായ ഖനികളാകുന്ന ധനം, ഇതൊക്കെ ഉണ്ടായാലും മനുഷ്യന് സുഖം ഉണ്ടാവണമെന്നില്ല, ആനന്ദം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് അയാൾ ധനിയായി തീരണമെന്നുമില്ല. പിന്നെയോ ജബ് ആവത് സന്തോഷധന്, സന്തോഷം, ആനന്ദം. ആനന്ദം എന്ന് പറയുന്നതായ ധനം എപ്പോഴാണോ വന്നു ചേരുന്നത്, അപ്പോഴേക്കും നേരത്തെ പറഞ്ഞ ഗോധനവും ഗജധനവും അതേപോലെ തന്നെ ഈ വിളവ്, നല്ല വിളവ് ആകുന്ന ആ ധനവും രത്നധനവും ഒക്കെ ധൂരിസമാൻ, വെറും മണ്ണുപോലെ.
കരിക്കട്ട പോലെ, അല്ല നിസ്സാരമായ മൺകട്ട പോലെ ഒരിക്കലും വിലയില്ലാത്തതായ വസ്തുവായി മാറും. ഏറ്റവും വലിയ സന്തോഷധനമാണ്. ആ സന്തോഷം, മാറ്റമില്ലാത്തതായ സന്തോഷം, ഏത് ജീവിതാവസ്ഥയിലും ആർക്കാണോ ഉള്ളത് ആ ആളാണ് പരമധനികൻ എന്ന് യക്ഷനോട് യുധിഷ്ഠിരൻ മറുപടി പറയുന്നു. അപ്പോഴേക്കും യക്ഷൻ വളരെയേറെ സന്തോഷമായി. ആ യക്ഷൻ ഉടനെ തന്നെ യുധിഷ്ഠിരനോട് പറഞ്ഞു, വ്യാഖ്യാത പുരുഷോരാജൻ യശ്ച സർവധനീനര, ആരാണോ എല്ലാ സമ്പത്തും തികഞ്ഞ ധനികൻ, യഥാർത്ഥ ധനികൻ എന്ന്, അല്ലയോ മഹാരാജാവെ, അങ്ങ് കൃത്യമായിട്ടാണ് എനിക്ക് വ്യാഖ്യാനിച്ച് കേൾപ്പിച്ചു തന്നത്. തസ്മാത്, അതിനാൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഒരു അനുഗ്രഹം തരാം. എന്താണെന്നറിയോ? തസ്മാത് ത്വമേകം ഭ്രാതॄണാം യമിച്ഛസി സജീവതു. അങ്ങയുടെ 4 മക്കൾ ഇതാ അങ്ങയുടെ 4 അനുജന്മാരിവിടെ മരിച്ചു കിടക്കുകയാണ്. ഇതില് അങ്ങ് ഇത്ര കൃത്യമായ ഉത്തരം പറഞ്ഞതുകൊണ്ട് ഇതിൽ ഒരാൾക്ക് ഞാൻ ജീവൻ നൽകാം. ഞാനാണ് ജീവൻ എടുത്തത്, ആ ജീവൻ ഒരാൾക്ക് നൽകാം. ഈ 4 പേരിൽ ആർക്കാണ് ഞാൻ ജീവൻ കൊടുക്കേണ്ടത്? അങ്ങ് പറയാ. ആ ആളിനെ ഞാൻ ജീവിപ്പിച്ചു തരാം. 4 പേരും ഒരുപോലെ യുധിഷ്ഠിരന് പ്രിയങ്കരരാണ്. ആ 4 പേരും മരിച്ചു കിടക്കുന്ന കണ്ടിട്ട് യുധിഷ്ഠിരൻ പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ ആ ശ്ലോകങ്ങളെല്ലാം വായിച്ച് അതിന്റെ അർത്ഥത്തെ വിചിന്തനം ചെയ്തത് യുധിഷ്ഠിരന് അവർ ഓരോരുത്തരോടുമുള്ളതായ ആ സ്നേഹബന്ധത്തെ, യുധിഷ്ഠിരന്റെ ഹൃദയ സ്പന്ദനത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 4 പേരും അങ്ങേറ്റം പ്രിയങ്കരർ. ഇപ്പോഴിതാ അങ്ങനെയുള്ള മനസ്സുള്ള ഒരാളിന്റെ നേരെ ഒരു വളരെയേറെ പ്രയാസമേറിയ ചോദ്യം. യുധിഷ്ഠിരനത് പ്രയാസമായി തോന്നിയില്ല. പക്ഷേ വേറെ ഏതൊരു മനുഷ്യനും പ്രയാസമായി തോന്നും. 4 പേരിൽ ഒരാളെ ഞാൻ ജീവിപ്പിച്ചു തരാം, ആരെ വേണമെന്ന് പറയുക. യുധിഷ്ഠിരൻ ഉടനെ തന്നെ മറുപടി പറഞ്ഞു, ആരെയാണ് ജീവിപ്പിക്കേണ്ടത് എന്ന്. സാധാരണയായിട്ട് ഇതേപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴേക്കും ആരെ കൊണ്ടാണോ തനിക്ക് ഏറെ പ്രയോജനം അയാളെ ഇങ്ങ് തന്നേക്കുമെന്നായിരിക്കും ആളുകളുടെ മറുപടി. കാരണം സദാചാരം ഇല്ല. ആത്മാവിൽ ഉറച്ചതായ ആ ആത്മബുദ്ധിയിൽ അചഞ്ചലമായിട്ടുള്ള മനോവ്യാപാരമില്ല. തന്റെ ലാഭത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. ഈ 4 പേരിൽ ആരാണ് തനിക്ക് കൂടുതൽ ഭാവിയിൽ പ്രയോജനപ്പെടുക? 4 പേരും ഉണ്ടെങ്കിൽ 4 പേരും പ്രയോജനപ്പെട്ടു. പക്ഷേ ഒരാളെ മാത്രമേ ഇപ്പൊ തരത്തുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത്? ആ ആളിനെ നന്നേക്കൂ എന്നേ ആരും പറയുള്ളൂ. ലോകത്തങ്ങനെയാ. എന്ന് മാത്രമല്ല, പലരുടെയും മനസ്സിൽ വേറെയും പല ചിന്തകൾ കാണും. ഏതായാലും അവൻ വേണ്ട, അവൻ അല്ലെങ്കിൽ ശരിയല്ല. അങ്ങനെ കിട്ടിയ അവസരം കൊണ്ട് താൻ വളരെ മാന്യനായി നടിച്ചിട്ട് തന്നോടൊപ്പം നിന്ന ആളുകളെ പറ്റിക്കുന്ന ആളുകളും ധാരാളം ഉണ്ടല്ലോ. നമ്മൾ ദിവസവും പത്രപംക്തികളിലും അതേപോലെ ചാനലുകളിലും കണ്ടുകൊണ്ടേയിരിക്കുന്നു അത്തരം അത്യധികം ഘോരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളും ഒക്കെ. യുധിഷ്ഠിരന് എല്ലാവരോടും ഒരേ സ്നേഹമാണ്, തുറന്ന സ്നേഹമാണ്. ബ്രഹ്മനിഷ്ഠമായിരിക്കുന്ന ചിന്തകളും സങ്കല്പങ്ങളുമാണ് യുധിഷ്ഠിരന്. അതുകൊണ്ട് ഉടൻ തന്നെ യുധിഷ്ഠിരൻ പറഞ്ഞു, ശ്യാമോ യേഷ രക്താക്ഷോ ബൃഹച്ഛാല യുവോത്ഥിത വ്യൂഢോരസ്കോ മഹാബാഹു നകുലോ യക്ഷജീവതു. അല്ലയോ യക്ഷ, എന്റെ ഈ 4 അനുജന്മാരില് നകുലൻ ജീവനിട്ട് വരട്ടെ. അങ്ങ് നകുലന് ജീവന നൽകിയാലും. ആ നകുലന്റെ രൂപത്തെ യുധിഷ്ഠിരൻ വർണ്ണിച്ചു കേൾപ്പിക്കുകയാണ്. ശ്യാമഹ, ആരാണോ ശ്യാമള വർണ്ണത്തോടുകൂടിയത്, അതുകൊണ്ട് തന്നെ വളരെയേറെ ആകർഷണീയമായ രൂപത്തോടുകൂടിയത്, സൗന്ദര്യത്തിന്റെ മൂർത്തിമദ്ഭാവമായിട്ടുള്ള ഈ നകുലൻ. പിന്നെയോ രക്താക്ഷ, ചുവന്നു തൊടുത്തതായ കടക്കണ്ണുകളോടുകൂടിയവൻ. ബൃഹത് ശാലൈവോത്ഥിത, വളരെ വലിയൊരു സാലവൃക്ഷം പോലെ, അങ്ങ് ആകാശം മുട്ടയുള്ളതായ ഉയർന്നു നിൽക്കുന്നതായ സാലവൃക്ഷം പോലെ, പൈൻ വൃക്ഷം പോലെ, പനമരം പോലെ ഒക്കെ ഉയരമുള്ളതായ എന്റെ ഈ അനുജൻ നകുലൻ. പിന്നെ വ്യൂഢോരസ്ക,
വളരെയേറെ വിസ്തൃതമായ മാറിടത്തോടുകൂടിയ എൻ്റെ ഈ അനുജൻ മഹാബാഹു, വളരെയേറെ ബലശാലിയായ കരങ്ങളോടുകൂടിയവനായ എൻ്റെ ഈ അനുജൻ നകുലോ യക്ഷജീവതു, നകുലൻ അല്ലയോ യക്ഷ ജീവിക്കട്ടെ, ആ നകുലനെ അങ്ങ് എനിക്ക് മടക്കി തന്നാലും